ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് ആട്ടോ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 2025 ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. സോ ഞാനൊരു 4 AM ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് നല്ല തണുപ്പായിരുന്നു. ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അത് കാരണം ഞാൻ മോയ്സ്ചറൈസർ പരട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമാവില്ല അങ്ങനെ. ഫസ്റ്റ് സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ എടുത്തത് ഏൻഷ്യൻ്റ് ഇന്ത്യ ആയിരുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ 16 ആയിരുന്നു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇതെൻ്റെ ഗ്യാലറിയിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും ദിവസം ഭയങ്കര ബിസിയായിരുന്നു. ഭയങ്കര ബിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ സോഷ്യൽ മീഡിയന്ന് കുറച്ച് നാൾ വിട്ട് നിന്നേച്ചു. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ നോക്കുന്നതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ സ്റ്റുഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കയറി നോക്കിയിട്ടൊന്നുമില്ല. യൂട്യൂബേ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത മട്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബർ 16 ആണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്യുന്നത് ഇന്നാട്ടോ. അതായത് ജാനുവരി 5 ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ അത് കഴിഞ്ഞൊരു 4 days കൊണ്ടിട്ട് ഞാൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഏൻഷ്യൻ്റ് ഇന്ത്യയും ആർട്ട് ആൻഡ് കൾച്ചറും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് എത്തിക്സ് ആയിരുന്നു എടുത്തത്. എത്തിക്സ് എനിക്ക് നല്ല പോലെ ഞാൻ വെള്ളം കുടിച്ചായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല പോലെ പാടായിരുന്നു എത്തിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പാടായിട്ടൊരു സബ്ജക്റ്റ് UPSC ഉണ്ടെങ്കിൽ അത് എത്തിക്സാണ്. പക്ഷെ സംഭവം പറഞ്ഞാൽ കോമഡിയാണ്. എല്ലാവർക്കും എത്തിക്സ് ഭയങ്കര എളുപ്പമായിരിക്കും. എനിക്കത് ഭയങ്കര പാടാണ്. എത്തിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ എനിക്ക് അതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ എത്തിക്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ എത്തിക്സിൻ്റെ പേപ്പർ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. കാരണം എത്തിക്സ് അത്ര കാര്യമായിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് എനിക്കൊരു നല്ല രീതിക്ക് എനിക്ക് പാഠമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മേ ബി ഇപ്രാവശ്യം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ എത്തിക്സിനൊരു കോച്ചിങ് എടുക്കും. അത് ഞാൻ ആലോചിച്ച് വെച്ച കാര്യമാണ്. മെൻറ്റർഷിപ്പിനും അതെ, എത്തിക്സിനും അതെ ഒരു കോച്ചിങ് എടുക്കാൻ ഞാൻ ഉറപ്പിച്ച് നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു വിധം ഞാനിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് എത്തിക്സ്. പക്ഷേ അതിൽ ഞാനൊട്ടും എനിക്കറിയില്ല അതൊരു UPSC ഒരു ടോപ്പറിൻ്റെ രീതിയിൽ ആണോ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. പക്ഷേ ഒരുവിധം ഞാൻ ആൻസർ റൈറ്റിങ്ങിനും എത്തിക്സിൻ്റെ ആൻസർ റൈറ്റിങ്ങും കേസ് സ്റ്റഡി ഇത് ചെയ്യുന്നതിനും ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്സിൻ്റെ കുറേ എക്സാമ്പിൾസ് ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും ഞാൻ പത്രം വായിക്കുമ്പോൾ കാണാം ഞാൻ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നത്. ആക്ച്വലി ഞാനത് എത്തിക്സിന് പറ്റിയ നല്ല നല്ല എന്തെങ്കിലും കേസ് സ്റ്റഡീസോ നല്ല നല്ല എക്സാമ്പിൾസോ കോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസൊക്കെ നോക്കി നടക്കുമായിരുന്നു ന്യൂസ് പേപ്പറിൽ. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡിറ്റോറിയലിൻ്റെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനതും എഴുതി വെക്കുമായിരുന്നു നോട്ടിൽ. പിന്നെ എത്തിക്സിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കി ഇപ്പോൾ രാമായണം പിന്നെ മഹാഭാരതത്തിലെ എത്തിക്സിക്കൽ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അത് ഒരു ബോണ്ട് പേപ്പറിൽ ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നോക്കി. സോ ഇതൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. അതെനിക്ക് ആക്ച്വലി ഞാൻ ഒരു ടോപ്പറിൻ്റെ ഇൻ്റർവ്യൂ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഈ രാമായണം മഹാഭാരതത്തിലെ ഇങ്ങനത്തെ ഈ എത്തിക്കൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, ഒരു ഇതിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞത് ഐ തിങ്ക് ഗരിമ ലോഹിയ ആ ഒരു ടോപ്പറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഞാനതെടുത്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് എത്തിക്സിന് വേണ്ടി ചെയ്തത്. പിന്നെ എത്തിക്സിൻ്റെ ടോപ്പേഴ്സിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിയായിരുന്നു. ഈ വിഷൻ്റെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പേഴ്സിൻ്റെ ആൻസർ കോപ്പീസ് ഞാൻ നോക്കിയായിരുന്നു എത്തിക്സിന് വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയും എനിക്ക് എത്തിക്സ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി എന്നെനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് നല്ല ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ട് ഇപ്പോഴും. ഇത്തിരി എനിക്ക് ടഫ്നെസ് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് സ്ലോട്ടിൽ ഞാൻ എടുത്തത് ആർട്ട് ആൻഡ് കൾച്ചർ ആയിരുന്നു.
അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിന് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നിതിൻ സിംഗാനിയുടെ ബുക്കാണ്. ഇത് 3rd എഡിഷനാണ് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർട്ട് ആൻഡ് കൾച്ചറിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്നത് ഒന്ന് സെക്ഷൻ എയിൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ന്യൂ എഡിഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് ആഡ് ഓണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ടുള്ള ന്യൂ എഡിഷൻ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 3rd എഡിഷനാണ്. ന്യൂ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ എയിൽ നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ മറ്റേ കണ്ടൻറ്റ്സ് ഇൻഡെക്സിൻ്റെ പോർഷൻ എടുക്കുക. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാൻ പറ്റും. സെക്ഷൻ എയിലോട്ട് വരുമ്പോൾ വിഷ്വൽ ആർട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അതിൽ ചാപ്റ്റർ 1 ഇന്ത്യൻ ആർക്കിടെക്ചർ, സ്കൾപ്ചർ ആൻഡ് പോട്രി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യ വായിക്കുമ്പോൾ തന്നെ അത് കവർ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്റർ വിട്ട് കളയരുത്, അത് പഠിക്കണം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ എപ്പോഴും ഏൻഷ്യൻ്റ് ഇന്ത്യയെ ചേർത്ത് പഠിക്കുക. ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഒപ്പം തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ കവർ ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ചാപ്റ്റർ 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ പെയിൻറ്റിങ്സിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണത്. ഇന്ത്യൻ പെയിൻറ്റിങ്സിലായിട്ട് വരാൻ നേരത്ത് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് മുറൽ പെയിൻറ്റിങ്സ് ഉണ്ട്, മിനിയേച്ചർ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മുറൽ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ലൊക്കേഷനും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഒരു മാപ്പ് വരച്ചിട്ട്, ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ടല്ലോ അത് വരച്ചിട്ട് ആ ഒരു ഇതിൻ്റെ ലൊക്കേഷൻ ആ ഒരു മാപ്പിൽ നിങ്ങൾ അടയാളപ്പെടുത്തി നോക്കുക. ഇപ്പം ഈ മുറൽ പെയിൻറ്റിങ്സ് തന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് വരുന്നുണ്ടല്ലോ. അജന്ത വരുന്നുണ്ട്, എല്ലോറ വരുന്നുണ്ട്. സോ ഇതെല്ലാം മാപ്പിൽ ഡിപ്പീറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാപ്പ്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ്, അതായത് ഒരു A4 സൈസ് ഷീറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കടയിലൊക്കെ. ഇപ്പോൾ സ്വിഗ്ഗിയിലും കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ സ്വിഗ്ഗിയിൽ കണ്ടായിരുന്നു ഒരു 29 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി കടയിൽ പോയി നോക്കിയാലും മതി. ഞാൻ സ്റ്റേഷനറി കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൽ നമുക്ക് ഇങ്ങനെ ഡിപ്പീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൽ തന്നെ രാജസ്ഥാനി സ്കൂൾ ഓഫ് പെയിൻറ്റിങ്സ് നോക്കുക, പിന്നെ പഹാരി സ്കൂൾ ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്, ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക. പിന്നെ ഫോക്ക് പെയിൻറ്റിങ്സ് ഉണ്ട്. ഫോക്ക് പെയിൻറ്റിങ്സ് തന്നെ മധുബാനി പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് നോക്കി വെക്കുക കേട്ടോ. പിന്നെ വന്നത് മുഗൾ പെയിൻറ്റിങ്സ് ഉണ്ട്. മുഗൾ പെയിൻറ്റിങ്സ് പഠിക്കാൻ നേരത്ത് നിങ്ങൾ പേഴ്സണാലിറ്റി ബേസ് പഠിക്കുക. അതായത് ഇപ്പോൾ അക്ബറിൻ്റെ ടൈമിലെ മുഗൾ പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ ജഹാംഗീറിൻ്റെ ടൈമിലുള്ള മുഗൾ പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ പേഴ്സണാലിറ്റി വെച്ചിട്ട് മുഗൾ പെയിൻറ്റിങ്സ് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുക. പിന്നെ അടുത്തത് ചാപ്റ്റർ 3 ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഞാൻ ഇഗ്നോർ ചെയ്ത ചാപ്റ്ററാണ്. ഞാൻ അതിലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോഴാണ് അത് നോക്കുന്നത്. എസ്പെഷ്യലി ഏതെങ്കിലും ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റിന് GI ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കും. അതിൻ്റെ പ്ലേസ് ചെയ്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അല്ലാതെ ഞാൻ ഈ ചാപ്റ്റർ 3 ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇഗ്നോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 4 യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യയാണ്. അതിൽ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ സൈറ്റ്സും അതിൻ്റെ ഏതൊക്കെ പ്ലേസിലാണ് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് സെക്ഷൻ B ആണ്, പെർഫോമിംഗ് ആർട്സിൻ്റെ സെക്ഷൻ. അതിൽ ഇന്ത്യൻ മ്യൂസിക് ചാപ്റ്റർ 5 അതിൽ ഞാൻ നോക്കിയേക്കുന്നത് സ്പെഷ്യലി ക്ലാസിക്കൽ മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും ആണ്. പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത പേഴ്സണാലിറ്റീസ് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 6 ഇന്ത്യൻ ഡാൻസ് ഫോംസിലേക്ക് വരാൻ നേരത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഏത് പ്ലേസിലാണ് ആ ഡാൻസ്, അതും നോക്കി വെക്കണം. പിന്നെ ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ചാപ്റ്റർ 7, ചാപ്റ്റർ 8, ചാപ്റ്റർ 9 ഇതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത ചാപ്റ്ററാണ്, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ചാപ്റ്റർ 10 വരുമ്പോൾ മാർഷൽ ആർട്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ ആ മാർഷൽ ആർട്സിൻ്റെയൊക്കെ ലൊക്കേഷൻ മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 11 യുനെസ്കോ ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്, അത് നോക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യയാണ്. അതിൽ ഞാൻ ഏൻഷ്യൻ സ്ക്രിപ്റ്റ്സിനെ കുറിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ഹിന്ദു സ്ക്രിപ്റ്റ്, ബ്രാഹ്മി സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ റിലീജിയൻ ഇൻ ഇന്ത്യ ഞാൻ എൻ്റെ ഓപ്ഷണൽ
ഹിസ്റ്ററി ആയതുകൊണ്ട് അത് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 14 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ബുദ്ധിസം ആൻഡ് ജൈനിസത്തിനെ കുറിച്ചിട്ടുള്ളത്. അത് എന്തായാലും നിങ്ങൾ നോക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഞാൻ നോക്കിയിട്ടുണ്ട്. ലിറ്ററേച്ചർ ഇൻ ഡിഫറൻസ് ബിറ്റ്വീൻ പാലി ആൻഡ് പ്രാകൃത ലിറ്ററേച്ചർ, പിന്നെ ജൈൻ ലിറ്ററേച്ചർ, പിന്നെ ദ്രാവിഡിയൻ ലിറ്ററേച്ചറിൽ സംഘൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്, അതും നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി അതിലുള്ള മറാത്തി, പഞ്ചാബി, ഗുജറാത്തി, ബംഗാളി, ഹിന്ദി ലിറ്ററേച്ചർ അതെല്ലാം ഞാൻ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ സ്കൂൾ ഓഫ് ഫിലോസഫി ചാപ്റ്റർ 16 അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാപ്റ്റർ 17 ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു, അത് ഞാൻ നോക്കിയിട്ടില്ല, ഇഗ്നോർ ചെയ്തു. പിന്നെ ചാപ്റ്റർ 18 സയൻസ് ആൻഡ് ടെക്നോളജി ത്രൂ ദ ഏജസ്, അത് നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ലാസ്റ്റ് പോർഷൻസിൽ പറയുന്നുണ്ട്. NCERT-യിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. NCERT-യിലെ ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊന്ന് നോക്കിയായിരുന്നു. പിന്നെ ചാപ്റ്റർ 19 കലണ്ടേഴ്സ് ഇൻ ഇന്ത്യ ഇഗ്നോർ ചെയ്തു, അത് പഠിച്ചിട്ടില്ല. പിന്നെ ചാപ്റ്റർ 20 നോക്കിയിട്ടില്ല. ചാപ്റ്റർ 21 നോക്കിയിട്ടുണ്ടായിരുന്നു, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. ഭാരത് രത്ന, പത്മ അവാർഡ്സിനൊക്കെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പഠിക്കണം അവാർഡ്സിനൊക്കെ കുറിച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഈ ടെക്സ്റ്റിലില്ല, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. അതായത് ഇപ്പം സ്പോർട്സിൽ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ആർമിയിലുള്ളവർക്ക് കൊടുക്കുന്നതും പിന്നെ സയൻറ്റിസ്റ്റ് അവർക്കൊക്കെ കൊടുക്കുന്ന അവാർഡിനെ കുറിച്ചിട്ടൊരു നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ ലോ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 22 ഇഗ്നോർ ചെയ്തു. പിന്നെ ചാപ്റ്റർ 23 ഇഗ്നോർ ചെയ്തു. പിന്നെ ചാപ്റ്റർ 24 ക്വൈൻസ് ഇൻ ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ ആണ്, അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാപ്റ്റർ 25 ഇഗ്നോർ ചെയ്തു. ചാപ്റ്റർ 26 ഇന്ത്യ ത്രൂ ദ ഐസ് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ആണ്. ആ ഫോറിൻ ട്രാവലേഴ്സും അവരുടെ വർക്കും അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മെഗസ്റ്റീൻസിൻ്റെ ഇന്ത്യക്ക് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നത് സെക്ഷൻ ഡിയിലോട്ട്, ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റിൽ. അതിൽ സെയിൻസിൻ്റെ നെയിം, പിന്നെ ഏത് സെറ്റിലാണ് അവർ ബിലോങ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മാപ്പിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഞാൻ നിതിൻ സിംഗാനിയുടെ ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയുമാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിൽ കറണ്ട് അഫെയർസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ കറണ്ട് അഫെയർസിൽ വന്ന കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ തന്നെ ഒരു ജൂൺ ഓഗസ്റ്റ് ആ ടൈമിലൊക്കെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സബ്മിറ്റ് നടന്നായിരുന്നു. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിസം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ ഇത് ഞാൻ പ്രിലിംസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്, ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സബ്മിറ്റിനെ കുറിച്ചിട്ട്. സോ അത് നിങ്ങളും നോക്കി വെക്കുക കേട്ടോ. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് പല ടൈമിലായിരിക്കും കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടാകും. സോ എന്നോട് ക്ഷമിക്കുക അതിന്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.